സപ്തമ സർഗം. ബ്രഹ്മചര്യ ആശ്രമത്തിന് ശേഷം ഗാർഹസ്ഥ്യധർമ്മം ആണ് ഇനി ഗുരു പറയുന്നത്. ഗൃഹസ്ഥൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, അതിനെക്കുറിച്ചുള്ള നിയതമായ ചില രൂപരേഖകൾ നിങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് ലഭിക്കും. എങ്ങനെ നിങ്ങളുടെ ഗാർഹസ്ഥ്യ ജീവിതത്തെ കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്തുവാനും മെച്ചപ്പെടുത്തുവാനും കഴിയും എന്നതുകൂടി ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ശ്രീനാരായണ ധർമ്മം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ്റെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുവാനും കർമ്മങ്ങൾക്ക് ധാർമ്മികമായ ഒരു അടിത്തറ നൽകുവാനും വേണ്ടി ഗുരുവിൻ്റെ ദർശനത്തെ ആസ്പദമാക്കി ഗുരുവിൻ്റെ ശിഷ്യൻ രചിച്ച ഒരു കൃതിയാണ് ശ്രീനാരായണ ധർമ്മം. ധർമ്മം ചെയ്യുമ്പോൾ നമ്മളിലെ പാപമാലിന്യങ്ങൾ നീങ്ങി പുണ്യസംസ്കാരം നിക്ഷേപങ്ങളായിട്ട് വരും മനസ്സിൽ. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മനസ്സ് വീണ്ടും പാപസങ്കുലമാവുകയും ചെയ്യും. ധർമ്മം ആചരിച്ച് മനസ്സ് ശാന്തവും വിമലവും സമാധാനനിഷ്ഠവും ആകുമ്പോഴാണ് ജ്ഞാനവിചാരം സുഗമമാവുകയുള്ളൂ. ഒരു മനസ്സിൽ പാപമാലിന്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഗുരുവിൻ്റെ തത്വദർശനം വിചാരം ചെയ്യുന്ന സമയത്തും മനസ്സ് കൂടുതൽ കലുഷമായിട്ട് തീരും. ആത്മാവിനെക്കുറിച്ചുള്ള വിചാരം പുരോഗമിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ അകത്ത് നിന്ന് ഇളകി വരും. ഒരു കുളത്തിൻ്റെ അടിയിൽ ചെളി കിടക്കുമ്പോൾ മുകളിൽ നമ്മൾ എത്ര തെളിയിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അടി ഇളകി കലങ്ങും. അതുകൊണ്ടാണ് ആദ്യം ധർമ്മത്തിന് പ്രാധാന്യം നൽകി ധർമ്മം ആചരിച്ചുകൊണ്ട് വേണം ജ്ഞാനം ഉൾക്കൊണ്ട് വിചാരം ചെയ്യാനായിട്ട്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ പ്രാധാന്യം വളരെ ഏറിയിരിക്കുന്നതുകൊണ്ട് ഒരാൾ ഗൃഹസ്ഥനാകുന്നത് ആ വ്യക്തിയിൽ ബാഹ്യദൃഷ്ടി ഉള്ളത് കൊണ്ടാണ് ഗാർഹസ്ഥ്യ ജീവിതം സ്വീകരിക്കുന്നത്. എന്തെന്നാൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ആ വ്യക്തിയുടെ അബോധതലത്തിലൊരു പ്രേരണ കിടക്കുന്നുണ്ട്. ആ പ്രേരണ പ്രജോൽപാദനത്തിനുള്ളതാണ്. താൻ തൻ്റെ മക്കളിലൂടെ തുടർന്നു പോകും എന്നുള്ള ഒരു അബദ്ധ ധാരണ വളരെ രൂഢമൂലമായിട്ട് ഒരു വ്യക്തിയിൽ അജ്ഞാനത്തിൻ്റെ കാരണത്താൽ കിടക്കുകയാണ്. അതായത് തൻ്റെ മക്കളിലൂടെ താൻ തുടർന്നു പോകും എന്നുള്ളത് ഒരു അജ്ഞാനമാണ്. ഏറ്റവും ആഴത്തിൽ ഓരോ ഗൃഹസ്ഥനിലും കിടക്കുന്ന അജ്ഞാനമാണ്. അതുകൊണ്ട് വിവാഹവും പ്രജോൽപാദനവും അതിലൂടെയുള്ള ഗാർഹസ്ഥ്യവും ഒക്കെ നയിക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുന്തോറും അവൻ നിരാശനാകുകയുള്ളൂ. കാരണം ഗാർഹസ്ഥ്യ ജീവിതം സ്വീകരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച പ്രതീക്ഷകളൊന്നും അതിലൊരു പകുതി പോലും സഫലമാകാതെയാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം കാണുന്നത്. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതം യഥാർത്ഥത്തിൽ ശാസ്ത്രങ്ങളുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ മനുഷ്യന് വിരക്തി ഉണ്ടാക്കാനുള്ള ഒരിടമാണ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകജീവിതം ക്ഷണികവും തുച്ഛവും താൽക്കാലികവുമാണെന്ന് ഒരു ജീവന് ബോധ്യപ്പെടണം. ഈ ബോധ്യം വരുത്താനായിട്ട് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യമാണ്. അതുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഗാർഹസ്ഥ്യം കഴിഞ്ഞ് സന്യാസത്തിലേക്ക് എല്ലാവരും തിരിയാൻ കാരണം. മക്കൾ വലുതായി അവരുടെ ഭാര്യയും കുട്ടികളായി ജീവിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അവരുടെ മക്കളിലും അവരുടെ ജീവിതത്തിലേക്കും മാറുമ്പോൾ അമ്മ അച്ഛൻ എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് തീരുന്നത് സ്വാഭാവികമാണ്. അവരും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളിലൂടെ താൻ തുടർന്നു പോകണമെന്നാണ്. അങ്ങനെ മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന ഈ അജ്ഞാനം കാരണം
ഗാർഹസ്ഥ്യം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേക്കും ആ വ്യക്തിക്ക് വിചാരം ചെയ്യുവാനുള്ള പ്രാപ്തി കൈവരണമെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ ധർമ്മം ആചരിച്ച് മനഃശുദ്ധി വരുത്തിയിരിക്കണം. അല്ലെങ്കിൽ വാർദ്ധക്യം വേദനാജനകവും തിക്തവും ഭ്രാന്തവും ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. മിക്കവാറും ആളുകൾക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും ഓർമ്മക്കുറവുകളും ഒക്കെ വരും. കാരണം ധർമ്മം മാത്രമാണ് ചിത്തശുദ്ധീകരണത്തിനും ആത്മശുദ്ധീകരണത്തിനും ഏറ്റവും നല്ല ഒന്ന്. അപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ നേരായ വഴി എന്നാണ് അർത്ഥം. അപ്പം അതിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു, അതൊക്കെ അനുഷ്ഠേയങ്ങളാണ്, ചെയ്യാനുള്ളവയാണ്, വെറുതെ ചിന്തിച്ചിരിക്കാനുള്ളതല്ല. ചിന്തിക്കാനുള്ള വിഷയമേ അല്ല ധർമ്മം, ചെയ്യാനുള്ളതാണ്. അത് 100% ചെയ്യാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ വിചാരം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടാനാകും. ആത്മസാക്ഷാത്കാരമാണ് പരമലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് അണയുന്നതിന് മുമ്പ് നാം നമ്മളുടെ അന്ധക്കരണത്തെ ഒന്ന് വെടിപ്പാക്കിയിരിക്കണം. കൃഷി ചെയ്യണമെങ്കിൽ ആ കൃഷിയിടം കിളച്ച് വൃത്തിയാക്കി പുല്ലെല്ലാം പറിച്ചു കളഞ്ഞ് വളമെല്ലാം ചെയ്താലാണ് ആ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മളുടെ അന്ധക്കരണം ആദ്യം ഇളക്കി മറിക്കുകയാണ്. ധാർമ്മിക വൃത്തികൾ ചെയ്ത് അശുദ്ധവാസനകളെ ഇല്ലാതാക്കി ശുദ്ധവാസനകൾ കൊണ്ട് നിറച്ച് സംസ്കരിച്ചെടുത്ത് അതിലേക്കാണ് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ തൂവിക്കൊടുക്കുന്നത്. ഈ ശ്രീനാരായണ ധർമ്മം അനുഷ്ഠേയമാണ്, ചെയ്യാനുള്ളതാണ്, വെറുതെ കേൾക്കാനും ചിന്തിക്കാനും ഉള്ളതല്ല. കേട്ടുപോയതുകൊണ്ടൊരു കാര്യവുമില്ല. ഇതിലെ ചെറിയ ഒരു കാര്യമെങ്കിലും പ്രാക്ടിക്കലാക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ വലിയ ഫലം നിങ്ങൾക്ക് ചെയ്യും. അതാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രത്യേകത. വിദ്യാഭ്യാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, മനോഭാവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ബ്രഹ്മചര്യം എന്നാണ് എഡ്യൂക്കേഷണൽ പീരീഡിനെ പറയുന്നത്. വിദ്യാഭ്യാസ കാലത്ത് വിവാഹം ഉത്തമമായിരിക്കില്ല എന്നതുകൊണ്ട് അതിനെ ബ്രഹ്മചര്യം ഒന്നുകൂടി പറയും. വേറെ ഒരു തരത്തിലുള്ള ആകുലതകൾ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. കാരണം നമുക്ക് തരുന്ന അറിവുകൾ കൂടെ കൂടെ മനസ്സിൽ ഉൾക്കൊള്ളാനും വിചിന്തനം ചെയ്യാനും ഒക്കെ പറ്റുന്നത് ശാന്തമായ മനസ്സിനാണ്. കലുഷമായ മനസ്സിൽ അത് പറ്റില്ല. ഭാരതത്തിൽ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് തന്നെ ശാന്തമായ ഒരിടമാണ്. ആ ശാന്തമായ ഒരിടത്ത് ശ്രദ്ധാപൂർവം വന്നിരുന്ന് ശ്രവിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ദീർഘകാലം ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ ജീവിച്ച് നിഷ്ഠയുള്ള ഒരു ജീവിതം ആർജിച്ച് അതിനുശേഷം ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൈവരുത്തുന്ന ഒരു വലിയ പരിവർത്തനം ഉണ്ട്. പക്ഷെ ആധുനിക കാലത്ത് ആ വിദ്യാഭ്യാസം നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ വളരെ വൈകി ഓടുന്നൊരു വണ്ടിയാണ്. വൈകി ഓടുന്ന വണ്ടിയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ ഒരറിവ് ആർജിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത, നമ്മൾ ശാന്തത എത്രമാത്രം മനസ്സിന് കൊണ്ടുവരാമോ അത്രയും കൊണ്ടുവന്നിട്ട് വേണം ഇത്തരം കൃതികളെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ. ശ്രീനാരായണ ധർമ്മത്തിൽ അനുഷ്ഠേയങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തി കടന്നു പോകേണ്ട ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം. അതിൽ 159 ശ്ലോകമായിട്ടുള്ള വദേ സത്യം ചരേ ധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാത് സത്യധർമാഭ്യം ന പ്രമാദ്യേത് വിഭൂതയേ. സത്യം പറയണം, ധർമ്മം ആചരിക്കണം, വേദപഠനം എന്നും ആചരിക്കണം, ക്ഷേമത്തിൽ നിന്നും സത്യധർമ്മങ്ങളിൽ നിന്നും ഐശ്വര്യത്തിനായി സമ്പത്തിനായിട്ട് വ്യതിചലിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യത്തെ കളയരുത്, ധർമ്മത്തെ കളയരുത്, സ്വാധ്യായത്തെ കളയരുത്.
അതുപോലെ കുശലതയെ, ആനന്ദത്തെ, ആത്മാനന്ദത്തെ കളയരുത്, സമാധാനത്തെ കളയരുത്. അപ്പോൾ വലിയ ഒരു പാഠമാണ് അത് തരുന്നത്. അധാത കരുണാമൂർത്തി ഗൃഹിണോപി വിശേഷതഃ ധർമാൻ സവിസ്തരം ബ്രൂഹി നിത്യകല്യാണ ഹേതുകാ. അഥാ അനന്തരം, അധഃ അതിനാൽ, കരുണാമൂർത്തി അല്ലയോ കരുണാനിധേ, ഗുരുവിനെ കാരുണ്യത്തിൻ്റെ മൂർത്തിയായിട്ട് കാണുന്നു. കാരണം ജീവിതത്തെ സംഫുല്ലമാക്കുവാൻ പോരുന്ന ഈ ധർമ്മശാസ്ത്രം ഇത്രയും ലളിതവും വ്യക്തവുമായ രീതിയിൽ മൊഴിഞ്ഞു തന്ന ഗുരുവിനെ കാരുണ്യവാനെന്നല്ലാതെ പിന്നെ എന്ത് പേരാണ് വിളിക്കുക? കരുണാമൂർത്തെ വിശേഷതഃ വിശിഷ്യ ഗൃഹിണഃ അഭി ഗൃഹസ്ഥാശ്രമിയുടെയും നിത്യകല്യാണ ഹേതുകാൻ നിത്യകല്യാണ ഹേതുകങ്ങളായ ധർമാൻ ധർമ്മങ്ങളെ സവിസ്തരം ബ്രൂഹി വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ഗുരു, ഇതുവരെ ഞങ്ങൾ ബ്രഹ്മചര്യാശ്രമത്തെക്കുറിച്ച് കേട്ടു. ഇനി ഗാർഹസ്ഥ്യ ജീവിതത്തിൽ എന്നെന്നും മംഗളവും സുഖവും സന്തോഷവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ധർമ്മങ്ങളെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാലും ഞങ്ങൾ അതീവ തൽപരരായിട്ടിരിക്കുകയാണ് അങ്ങയുടെ ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ അവതരണത്തിൽ. ശിഷ്യന്മാരുടെ ജിജ്ഞാസ ജ്വലിച്ചു നിൽക്കുന്നു ഇപ്പോഴും. കേൾക്കാനുള്ള ആഗ്രഹം, ധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. ഗുരുരുവാചാം ശൃണുത്താദഃ പരം വച്മി ഗൃഹസ്ഥസ്യ വിധിക്രമം ത്രിവർഗനിലയം സാക്ഷാത് മുക്തിദ്വാരമപാവൃതം. അധഃ പരം, ഇനി ത്രിവർഗനിലയം, ത്രിവർഗത്തിന് ധർമ്മം അർത്ഥം കാമം, ഈ മൂന്ന് പുരുഷാർത്ഥങ്ങൾക്ക് ഇരിപ്പിടമായിരിക്കുന്നത് കൊണ്ട് ത്രിവർഗനിലയം എന്നാണ് ഗാർഹസ്ഥ്യ ധർമ്മത്തെ വിളിക്കുന്നത്. ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് പറയുന്നത് ധർമ്മ അർത്ഥകാമങ്ങൾക്ക് ഇരിപ്പിടമാണത്. ഈ മൂന്ന് ധർമ്മങ്ങളും വേണ്ട വിധം അനുഷ്ഠിക്കാനുള്ള ഒരിടമാണ് ഗൃഹസ്ഥാശ്രമം. അതിലൂടെ മോക്ഷത്തിലേക്ക് അപാവൃതം തുറക്കപ്പെട്ട സാക്ഷാത് മുക്തിദ്വാരം, സാക്ഷാൽ മോക്ഷമാർഗവുമായ ഗൃഹസ്ഥാശ്രമിയുടെ വിധിക്രമം, ആചാര നടപടിയെ വച്ചിമി, ഞാൻ പറയാം, ശൃണുത, നിങ്ങൾ കേട്ടാലും എന്ന് ഗുരു അവരോട് പറഞ്ഞു. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ അർത്ഥം കാമം ധർമ്മം, ധർമ്മത്തിൽ അധിഷ്ഠിതമായി അർത്ഥകാമങ്ങൾ എങ്ങനെ അനുഭവിക്കാം എന്നുള്ളത് കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ ത്രിവർഗ നിലയം, മൂന്ന് വർഗങ്ങളുടെ നിലയം, ഇരിപ്പിടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിക്ക് അർത്ഥം സഞ്ചയിക്കാം, കാമങ്ങൾ അനുഭവിക്കാം, പക്ഷെ ധർമ്മ അനുസാരിയായിട്ട് വേണമെന്ന് മാത്രം. ഗൃഹസ്ഥാശ്രമിക്ക് അർത്ഥകാമങ്ങൾ നിഷേധിച്ചിട്ടില്ല. അർത്ഥകാമങ്ങൾ അവർക്ക് അനുഭവിക്കാം, പക്ഷെ അതിനൊരു മാനദണ്ഡം എന്ന രീതിയിൽ ധർമ്മം എപ്പോഴും പ്രവർത്തിക്കണം. എന്നാലാണ് കൃത്യമായ മുക്തിദ്വാരത്തിലേക്കുള്ള മുക്തിയുടെ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ. അപ്പം മുക്തിയുടെ വാതിൽ തുറന്നു കിട്ടാവുന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തെ ചിട്ടപ്പെടുത്തുന്ന വിധമാണ് ഗുരു ഇവിടെ പറയാൻ പോകുന്നത്.